അഭിനന്ദിയ തിരുവനന്തപുരത്തെ വ്യക്തിപരമായിട്ടും സഭാപരമായിട്ടും ജ്യേഷ്ഠ സ്ഥാനത്ത് നിൽക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അച്ഛന്മാർ, ശരിക്കും പറഞ്ഞാൽ എന്നെ ഇവിടെ വിളിച്ചത് എനിക്ക് തന്ന ഒരു വലിയ ബഹുമതി. ആ വലിയ ബഹുമതിക്ക് നിങ്ങൾ ഓരോരുത്തരോടും തമ്പുരാനോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 3 വർഷം പിറകില്ല തിരുവല്ലയ്ക്കപ്പുറം നമ്മുടെ ഓർത്തഡോക്സ് സഭയുടെ ഒരു വലിയ ബൈബിൾ കൺവെൻഷൻ നടക്കുന്ന സ്ഥലം. അവിടുത്തെ അവസാനത്തെ ദിവസത്തെ കൺവെൻഷന് പ്രസംഗിക്കാനായി അതൊരു കുടുംബ സമ്മേളനമാണ്, ദമ്പതികളുടെ സമ്മേളനം. ഞാൻ സദസ്സിൽ പ്രസംഗം തുടങ്ങി. സദസ്സിൽ തിരുമേനിമാരിപ്പുണ്ട്, റംബാനച്ചന്മാരിപ്പുണ്ട്. അങ്ങനെ സദസ്സ് തന്നെ ഒരു നിറ സദസ്സാണ്. അപ്പൊ അന്മാരില് 3-4 പേരുണ്ട്. പ്രസംഗം തുടങ്ങി. വിഷയം ദാമ്പത്യ ജീവിതം. ആവേശപൂർവ്വം പ്രസംഗം കയറുക, കാരണം വിഷയം ദാമ്പത്യമാണല്ലോ. അറിയാൻ മേലാത്ത കാര്യമാകുമ്പോൾ ആവേശം കൂടും. ആവേശം കൂടി പ്രസംഗം മുന്നോട്ട് പോയപ്പോൾ സദസ്സിൽ ഇരുന്ന ഒരു അൽമായ പ്രമുഖൻ ഇടയ്ക്ക് ഞാൻ ഒന്നുകൂടെ ആവേശം കൂട്ടി സെക്കൻഡ് ഗിയറിലേക്ക്. പിന്നെയും ഞാൻ കറങ്ങി ഇടയ്ക്ക് സദസ്സിലേക്ക് നോക്കും, കാരണം പഴയ തംസപ്പുകാരൻ വീണ്ടും എന്നെ കാണുമ്പോൾ തംസം കഴിക്കോളാൻ ഞാൻ ഒന്നുകൂടെ ഗിയർ മാറ്റി. അങ്ങനെ 3-4 പ്രാവശ്യം ഇയാൾ എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ഞാൻ വന്ന് ഇരുന്ന് കഴിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം വന്ന് ഏറ്റിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛൻ്റെ ഈ പ്രസംഗം ഞാൻ 35 വർഷം മുമ്പ് കേൾക്കേണ്ടതായി. ഞാൻ ചോദിച്ചാൽ എന്താന്ന് ചോദിച്ചാൽ എൻ്റെ മൂത്ത മകന്റെ പ്രായം 35. എനിക്കപ്പോഴും ഇയാൾ പറഞ്ഞിട്ട് പോയിരുന്നു, ആളെ പിടിയിടി. അപ്പൊ ഞാൻ അടുത്തിരുന്ന റംബാനച്ചനായിരുന്നു. ചോദിച്ചു, ഇതാരാ? ഇതറിയാൻ മേലെ, ഇതാണ് ജോർജ് അച്ചായ, മുത്തൂറ്റ് ജോർജ് അച്ചായ. അപ്പൊ ജോർജ് അച്ചായൻ ഈ ഇടയ്ക്ക് ഒരു 5-6 മാസം മുമ്പ് എന്നെ വിളിച്ചു. അത് വേറൊരു സന്തോഷം. അതേ പറഞ്ഞു, ഞാൻ വത്തിക്കാനിൽ വിട്ടു. വത്തിക്കാനിൽ പോയി നമ്മുടെ ബാബാ തിരുമേനിയോടൊപ്പം വത്തിക്കാനിൽ പോയി. അവിടുന്ന് പുള്ളി പറഞ്ഞ് എന്നെ ഏറ്റവും അധികം ആകർഷിച്ചത് ഞങ്ങള് സഭാഷണം കഴിഞ്ഞ് യാത്ര പറഞ്ഞ് കാറിലേക്ക് കയറുക. ഇദ്ദേഹം റോമിന്റെ മെത്രാൻ ഫ്രാൻസിസ്, അദ്ദേഹം ഇറങ്ങി വരുന്നു. ഇറങ്ങി വന്ന് കാറിന്റെ അടുത്ത് വരുന്നു. ഡോറ് ബാബാ തിരുമേനിക്ക് തുറന്നു കൊടുക്കുന്നു. ഞങ്ങളെല്ലാം കാറിൽ കയറുന്നു. പോകുന്നില്ല. കാറ് പോകുന്നിടം വരെ അവിടെ നിന്നു. ഞാൻ സെമിനാരിയിൽ എൻ്റെ ക്ലാസിന്റെ പ്രത്യേകത, ക്ലാസിന്റെ ഏത് സമയത്തും ചോദ്യം ചോദിക്കാൻ പിള്ളേർക്ക് അവകാശം കൊടുത്തിട്ടുണ്ട്. കൈ പോകണമെന്ന്. ഒരു സമയത്ത് ഒരാൾ സംസാരിക്കും. അപ്പൊ ഒരുത്തരടിക്ക് കൈ നോക്കിയിട്ട് കഴിഞ്ഞ വർഷം ചോദിച്ചു, അച്ഛോ ഈയിടെ ഞങ്ങളുടെ ഇടവകയിൽ യുവജനത്തിന് വേണ്ടിയിട്ടൊരു സമ്മേളനം നടന്നു. അതായത് കത്തോലിക്ക സഭയുടെ ഒരു സംവിധാനത്തിൽ 12ാം ക്ലാസ് വരെ ഇപ്പോൾ വേദോപദേശം, ഓർത്തഡോക്സ് സഭയിൽ അങ്ങനെ ആയിരിക്കും വിചാരിക്കും. 12ാം ക്ലാസ് വരെ, +2 വരെ. ഇനി നഴ്സറിയുടെ തുടങ്ങിയാൽ മതി, തുടങ്ങിയിട്ടില്ല. അപ്പൊ 12ാം ക്ലാസ് കഴിഞ്ഞവന് വേണ്ടിയിട്ട് ഒരു 1 ഡേ സെമിനാർ. അപ്പൊ പുറത്ത് പോയിരിക്കുന്നവരൊക്കെ അവധിക്ക് വരുന്ന സമയത്തായി വെച്ചിരിക്കുന്നത്. കൂടി സെമിനാർ രാവിലത്തെ സെഷൻ കഴിഞ്ഞു. ഉച്ച കഴിഞ്ഞപ്പം ഒരുത്തൻ ചോദ്യമായി കഴിഞ്ഞു. അവൻ പറഞ്ഞു, ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നവരിൽ ഭൂരിപക്ഷം പേരും 1 മുതൽ 12ാം ക്ലാസ് വരെ വേദോപദേശം പഠിക്കുകയും സ്ഥിരമായിട്ട് എല്ലാ ഞായറാഴ്ചയും പള്ളി വരികയും പറ്റുമെങ്കിൽ എല്ലാ ദിവസവും വരികയും ചെയ്തുകൊണ്ടിരുന്നവരാണ്. ഇപ്പോൾ ഞങ്ങളിൽ ഭൂരിപക്ഷം പേരും പുറത്ത് പഠനങ്ങളില്ല, പല പ്രൊഫഷണൽ കോഴ്സുകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാംഗ്ലൂരിലുള്ളവരുണ്ട്, ഹൈദരാബാദിലുള്ളവരുണ്ട്,
ചെന്നൈയിലുള്ളവരുണ്ട്. പക്ഷേ പ്രശ്നം ഞങ്ങളിൽ പലരും ഞങ്ങളിൽ ഭൂരിപക്ഷം പേരും ഞായറാഴ്ച പോലും പള്ളിയിൽ പോണില്ല. എന്നിട്ട് അവർ ചോദ്യമായിരുന്നു 10-12 വർഷക്കാലം കർശനമായിട്ട് വേദോപദേശം വേദപാഠം പഠിക്കുകയും കൃത്യമായിട്ട് പള്ളിയിൽ പോവുകയും ചെയ്തിട്ട് എന്തേ ഇവർക്ക് ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകുന്നില്ല? ഈ സെമിനാറിന്റെ വിഷയമായിരുന്നു ന്യൂ ഇവഞ്ചലൈസേഷൻ, നവസുവിശേഷവൽക്കരണം. അതൊരു വലിയ ഒരു ആഘോഷമായിരുന്നു കത്തോലിക്കരുടെ ഇടയിൽ 1.5 വർഷം മുമ്പ്. എന്റെ വിശ്വാസം ഉണ്ടാകുന്നില്ല. ചമാശ പറഞ്ഞു ചോദിച്ചു, അശോ എന്താ ഉത്തരം പറഞ്ഞു? ഞാൻ പറഞ്ഞു, നിന്റെ വീടെവിടെ? അവൻ പറഞ്ഞു, എന്റെ വീട് കുറുമ്പനാണ്. ഞാൻ ചോദിച്ചു, കുറുമ്പനടുത്തുനിന്ന് വന്ന കത്തോലിക്ക സഭയിലെ പ്രമുഖനായ മെത്രാപ്പൊലീത്തായ പൗതിപിതാവ്. എന്നിട്ട് ഞാൻ അടുത്ത ചോദ്യം ചോദിച്ചു, ഇവിടെ കത്തോലിക്ക സഭയില് ഏറ്റവും നന്നായി ഒരു വേദോപദേശം നടക്കുന്ന രൂപത, അവരെല്ലാവരും പഴയക്കാരായിരിക്കുന്നവർ പറഞ്ഞു ചങ്ങനാശ്ശേരി ഏറ്റവും സ്റ്റുഡന്റ് ഫ്രണ്ട്ലി ആയിട്ട് വേദോപദേശം നടത്തുകയും ഏറ്റവും കർശനമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ഏറ്റവും പ്രഗത്ഭനായ ഒരു മെത്രാപ്പൊലീത്തായ്ക്ക് ജന്മം കൊടുക്കുകയും ചെയ്ത ഇടവകയിൽ പോലും എന്തേ വിശ്വാസം ഉണ്ടാകുന്നില്ല? ഈ കത്തോലിക്ക സഭയിൽ ന്യൂ ഇവഞ്ചലൈസേഷൻ എന്നൊരു പ്രസ്ഥാനം 1.5 വർഷം മുമ്പ് വളർത്തി ചർച്ച ചെയ്ത് 1 വർഷം മുഴുവൻ അതിനുവേണ്ടി മെനക്കെട്ടതിന്റെ കാരണം നമ്മുടെ നാട്ടിലെ പ്രശ്നമല്ല, യൂറോപ്പിലെ പ്രശ്നമാണ്. അവിടെ ശരിക്കും പറഞ്ഞാൽ ഭൂരിപക്ഷം പേര്, മഹാഭൂരിപക്ഷം പേര് കത്തോലിക്കരാണ്. പക്ഷേ പള്ളിയിൽ പോകുന്നവൻ വളരെ കുറവാണ്, 5-6-7-8%. ബാക്കിയുള്ള മഹാഭൂരിപക്ഷവും 3 അവസരത്തിലേ പള്ളിയിൽ പോകുള്ളൂ. അതിൽ 2 പ്രാവശ്യം ബോധമില്ലാത്തതും 1 പ്രാവശ്യം ഒരർത്ഥബോധം. അതിലെ പ്രാവശ്യം നമുക്കറിയാം അമോസായിക്ക് പോകും, ബോധം കമ്മി. 2ാം പ്രാവശ്യം കല്യാണത്തിന് പോകുന്നു, ഒരു പ്രകൃതി ബോധം ഇതിൻ്റെ ഇടയിൽ. അവസാനത്തത് അടക്കി പോകണം, വോട്ട് പോകും. ഇങ്ങനെ മഹാഭൂരിപക്ഷവും പൊക്കൊണ്ടിരുന്ന ഒരു അവസരത്തില് എന്തേ മാമോദീസ സ്വീകരിച്ചിട്ടും വിശ്വാസം സ്വീകരിച്ചിട്ടും അത് പരിശീലിക്കാൻ പറ്റാതെ പോകുന്നു. അതുകൊണ്ട് സുവിശേഷം സ്വീകരിച്ചവന് വീണ്ടും സുവിശേഷം കൊടുക്കുക, നവസുവിശേഷവൽക്കരണം. അങ്ങനെ 1 വർഷം ഇതാഘോഷമായിട്ട് സെമിനാർ നടത്തി, ക്ലാസ് നടത്തി, ചർച്ച നടത്തി, എല്ലാം മുന്നോട്ട് പോയി. എന്നിട്ടോ ഫലം തഥായിക പഴയ പോലെ തന്നെ. പട്ടിയുടെ പാല് കുഴലിലിട്ടവൻ എന്ത് പറ്റി? കുഴല് വളഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാർച്ച് 13, 2013 മാർച്ച് 13 ഫ്രാൻസിസ് എന്ന് പറയുന്ന അർജന്റീനക്കാരൻ അവിടെ വത്തിക്കാന്റെ ബാൽക്കണിയിലേക്ക് വരികയും വിശ്വാസികളുടെ ആശീർവാദം ചോദിച്ചുകൊണ്ട് സ്വയം മറ്റുള്ളവരെ ആശീർവദിക്കുന്നതിന് മുൻപ് തല കുനിക്കുകയും ചെയ്തത്. അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ നിന്ന് ഒരു സംഭവം. ആഞ്ചലയ്ക്ക് 20 വയസ്സ് പ്രായം, ഇറ്റലിക്കാരൻ, കത്തോലിക്ക ആയിരുന്നെങ്കിലും പള്ളിയിൽ പോകാറില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് വത്തിക്കാനിൽ എത്തിയത്. അതും മാർപ്പാപ്പായുടെ തെരഞ്ഞെടുപ്പിന്റെ ദിവസം. സെന്റ് പീറ്റേഴ്സ് വരെ ഒന്ന് പോകാമെന്ന് വെച്ചു. ആദ്യ ദർശനത്തിൽ തന്നെ ഫ്രാൻസിസ് പാപ്പായെ അവൾക്ക് ഇഷ്ടപ്പെട്ടു. അദ്ദേഹം തലകുലിച്ചതും ആശീർവാദം ചോദിച്ചതും ഒക്കെ അവളുടെ മനസ്സ് പറഞ്ഞു, ഇദ്ദേഹം കൊള്ളാമല്ലോ. പിന്നീട് പാപ്പായുടെ സ്ഥാനാരോപണം ടിവിയിലൂടെ അവൾ കണ്ടു. ഫ്രാൻസിസ് തുറന്ന മൊബൈലിൽ സഞ്ചരിക്കുന്നതും ഇടയ്ക്ക് വണ്ടി നിർത്തി ഇറങ്ങുന്നതും തളർവാദക്കാരനെ ആശ്ലേഷിച്ച് ചൂണ്ടിക്കുന്നതും ഒക്കെ. പിറ്റേ ദിവസം തന്നെ അവൾ ഒരു ബൈബിൾ വാങ്ങി സുവിശേഷം വായിക്കാൻ തുടങ്ങി. പിറ്റേ ആഴ്ച വിശുദ്ധ അന്യായിയുടെ പള്ളിയിൽ വെച്ചുള്ള പാപ്പായുടെ കുർബാനയ്ക്ക് ആഞ്ചല ഉണ്ടായിരുന്നു. അവൾ പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ വാക്കും പ്രവൃത്തിയും സുവിശേഷത്തിൽ ഞാൻ വായിച്ചതുമായി ഒത്തുപോകുന്നു. ഒന്ന് നിർത്തിയിട്ട് അവൾ തുടർന്നു, ഇനി മുതൽ പള്ളിയിൽ പോയി തുടങ്ങാമെന്ന് ഞാൻ തീരുമാനിച്ചു. ഇനി മുതൽ പള്ളിയിൽ പോയി തുടങ്ങാമെന്ന് ഞാൻ തീരുമാനിച്ചു. സുവിശേഷം കൈമാറാൻ
അതാണ് നമ്മുടെ ജീവിതത്തിന്റെയും പ്രവർത്തനത്തിന്റെയും ശുശ്രൂഷയുടെയും ലക്ഷ്യം. ഇതാണ് കർത്താവിശ്വസിക്കുക, കൈമാറിയ സദ്വാർത്ത, സുവിശേഷം കൈമാറുക, കണ്ടുമുട്ടുന്ന എല്ലാ ജീവിതങ്ങളിലേക്ക് കൈമാറുക. അത് കൈമാറാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താണെന്ന് ഒരിക്കൽ ഇദ്ദേഹത്തോട്, ഫ്രാൻസിസിനോട്, റോമിലെ കർത്താവിനോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എന്റെ മനസ്സിൽ വരുന്നത് മൂന്ന് പദങ്ങൾ. ആ 3 പദങ്ങളും 3 വഴികൾ തുറന്നിടുന്നു. ഒന്നാമത്തത് ജീസസ് ക്രൈസ്റ്റ്. ജീസസ് ക്രൈസ്റ്റ്. അദ്ദേഹം ചോദിച്ചു, ഞാനിവിടെ 1.5 ലക്ഷം ജനങ്ങൾ കേൾക്കുക, ഞാനിവിടെ വന്നപ്പോൾ മുതൽ കേൾക്കുന്നത് ഫ്രാൻസിസ്. എന്റെ പ്രശ്നം അതല്ല. ഓക്കെ, ഫ്രാൻസിസിന് സ്തുതി, ഫ്രാൻസിസിന് കീഴായി പോയി, പക്ഷെ ജീസസ് ക്രൈസ്റ്റ് എവിടെ പോയി? അതാണ് ചോദ്യം. പുള്ളി പറഞ്ഞു, ജീസസ് ക്രൈസ്റ്റ് മസ്റ്റ് ബി ദ സെന്റർ. കർത്താവിശ്വസിക്കുക ആയിരിക്കണം ജീവിതത്തിന്റെ കേന്ദ്രം, അല്ലാതെ ഫ്രാൻസിസും മറ്റൊന്നുമല്ല. ജീസസ് ക്രൈസ്റ്റ് മസ്റ്റ് ബി ദ സെന്റർ. സെക്കൻഡ്, രണ്ടാമത് പുള്ളി പറഞ്ഞു പ്രയർ. ഇപ്പൊ ഞാൻ വിശദീകരിക്കുന്നില്ല. മൂന്നാമത്തെ പദം പുള്ളി പറഞ്ഞു ലൈഫ് വിറ്റ്നസ്, ജീവിത സാക്ഷ്യം. സുവിശേഷം കൈമാറാൻ മൂന്നാമത്തെ വഴി ജീവിത സാക്ഷ്യം. പുള്ളി ചോദിച്ചു, നിങ്ങൾ ധർമ്മം കൊടുക്കാറുണ്ടോ? എല്ലാവരും പറഞ്ഞു ധർമ്മം കൊടുക്കാറുണ്ട്. കാരണം ധർമ്മം കൊടുക്കാത്ത ആരാണുള്ളത്? കാരണം ധർമ്മക്കാരെ എവിടെയും കാണും. ബസ്സിൽ കയറാറുണ്ട്, ട്രെയിനിൽ കയറാറുണ്ട്, നമ്മുടെ ഹോട്ടലിൽ 2 വാദത്തിലുണ്ട്. എവിടെ? നമ്മുടെ പള്ളി പെരുന്നാളിന് അവിടെ മുറ്റത്തുണ്ട്. എല്ലാവരും ധർമ്മം കൊടുക്കാൻ. പുള്ളി ചോദിച്ചു, പുള്ളി അടുത്ത ചോദ്യം ചോദിച്ചു, നിങ്ങൾ ധർമ്മം കൊടുക്കുമ്പോൾ ധർമ്മക്കാരന്റെ കണ്ണിൽ നോക്കിയിട്ടുണ്ടോ? ടോട്ടൽ സൈലൻസ്. നമുക്ക് പോലും മിണ്ടാൻ പറ്റുന്നില്ല, കാരണം ചുമതല നമ്മൾ പോലും നോക്കിയിട്ടില്ല. അടുത്ത ചോദ്യം, നിങ്ങൾ ധർമ്മം കൊടുക്കുമ്പോൾ ധർമ്മക്കാരന്റെ കയ്യിൽ തൊട്ടിട്ടുണ്ടോ? വീണ്ടും നിശബ്ദത. അടുത്ത വചനം, നിങ്ങൾ തൊടാൻ മറന്നു പോകുന്ന ധർമ്മക്കാരന്റെ കരം കർത്താവിശ്വസിഹായുടെ ശരീരമാണ്. നിങ്ങൾ തൊടാൻ മറന്നു പോകുന്ന ധർമ്മക്കാരന്റെ കരം കർത്താവിശ്വസിഹായുടെ ശരീരമാണ്. യേശുവിന്റെ ശരീരം, നമ്മൾ പരിശുദ്ധ കുർബാന. പക്ഷെ അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ്. ഇത് ആദ്യം പറഞ്ഞത് ഫ്രാൻസിസ് ഒന്നുമല്ല, സുവിശേഷത്തിലെ യേശു തന്നെ മത്തായി 25 പറയുന്നു, വിശക്കുന്നവൻ ഞാനാണ്, ദാഹിക്കുന്നവൻ ഞാനാണ്, ഉടുപ്പില്ലാത്തവൻ ഞാനാണ്, രോഗിയായിരിക്കുന്നവൻ ഞാനാണ്, തെമ്മാടിയായിട്ട് ജയിൽ ശിക്ഷ അനുഭവിക്കുന്നവൻ ഞാനാണ്. നിങ്ങൾ തൊടാൻ മറന്നു പോകുന്ന ധർമ്മക്കാരന്റെ കരം കർത്താവിശ്വസിഹായുടെ ശരീരമാണ്. ജീവിത സാക്ഷി. നമ്മുടെ അഭിമന്യ സക്കറിയാസിനെ പറ്റി പറഞ്ഞ ആ ഒരു ചിന്ത, അത് തന്നെ നമ്മുടെ ചിന്തയുടെ മൊത്തം ചിന്തയുടെ മർമ്മമായിട്ട് വരും. ജീവിത സാക്ഷ്യത്തിന്റെ മർമ്മം ഈ കരുണയിൽ കിടപ്പുണ്ട്. എന്താണ് കാരണം? തമ്പുരാന്റെ സ്ഥായിയായ ഭാവം കാരുണ്യമ. കാരണം അപ്പനാണ് തമ്പുരാൻ എന്ന് നമ്മളെ പഠിപ്പിച്ചത് യേശുവാണ്. ദൈവം അപ്പനാണ് എങ്കിൽ മക്കളോട് ഈ ഭാവത്തിലല്ലാതെ, സ്ഥായിയായ ഭാവം ഇതല്ലാതെ മറ്റൊന്നും പ്രതികരിക്കാൻ ആവില്ല. യേശു സ്വന്തം ശിഷ്യരെ പരിശീലിപ്പിക്കുന്ന ഒരവസ്ഥ. അതായത് നമ്മൾ ജീവിത സാക്ഷ്യം, എന്ത്? യേശുമിശിഹായുടെ ജീവിതം, കർത്താവിശ്വസിഹായുടെ ജീവിതം എന്നിൽ, എന്റെ ജീവിതത്തിൽ റിഫ്ലക്ട് ചെയ്യുന്നു, പ്രതിബിംബിക്കുന്ന അവസ്ഥ ജീവിത സാക്ഷ്യം. അതിന്റെ മർമ്മഭാവമായ കാരുണ്യം പ്രതിബിംബിക്കുന്ന അവസ്ഥ ജീവിത സാക്ഷ്യം. എന്റെ ജീവിതം കാണുമ്പോൾ തമ്പുരാനെ മറ്റുള്ളവർ ഓർക്കുന്ന അവസ്ഥ ജീവിത സാക്ഷ്യം. സുവിശേഷം കൈമാറാനുള്ള മർമ്മഭാവം ഇതല്ലാതെ മറ്റൊന്നുമല്ല. ഈ ഒരു ജീവിത സാക്ഷ്യത്തിലേക്ക്, അതായത് ഒരേ തമ്പുരാന്റെ ജീവിതം എന്റെ ജീവിതത്തിലും വാക്കിലും പ്രവൃത്തിയിലും പ്രതിബിംബിക്കുന്ന ജീവിത സാക്ഷ്യത്തിലേക്ക് വരണമെങ്കിൽ അത് എത്തിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു യേശു. അന്ന് പലസ്തീനായി ജീവിച്ചപ്പോൾ അദ്ദേഹം പരിശീലനം കൊടുത്തപ്പോൾ അത് തന്നെയായിരുന്നു ലക്ഷ്യം. അതിന് ഒന്നാം ഭാഗമായിട്ട് യേശു ശിഷ്യത്തിലേക്ക് കടത്തിവിടാൻ ശ്രമിക്കുന്ന ആദ്യത്തെ കാര്യം വിശ്വാസം. മർക്കോസ് 4:40, നിങ്ങൾ ഭയപ്പെടുന്നത് എന്ത്? നിങ്ങൾക്ക്
ചോദിക്കുന്നത് ശിഷ്യന്മാരോട്, 12 പേരോട്, വഞ്ചിയിലിരിക്കുന്നവനോട്. നോക്കണം, ഈ വഞ്ചി എന്ന അവസ്ഥ സൃഷ്ടിച്ചെടുത്തത് 4:35 മുതൽ യേശു തന്നെ മുൻകൈ എടുത്ത് അവരെ വഞ്ചിയിൽ കയറ്റുന്നു. വഞ്ചിയിൽ കയറുന്നു, കാറ്റുണ്ടാകുന്നു, പ്രഷറുണ്ടാകുന്നു, വള്ളത്തിലേക്ക് കയറുന്നു, അത് മുങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോഴാ വചനം പറയുന്നത്, അവൻ അമരത്ത് തലയിണ വെച്ച് ഉറങ്ങുകയായിരുന്നു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വള്ളം എവിടെയാണെന്ന് ഞാൻ പറയും കുട്ടനാടാണ്. കാരണം ഞാൻ കുട്ടനാട്ടുകാരനാണ്, കവാനാണ്. ജന്മം കൊണ്ടും വളർച്ച കൊണ്ടും സ്വഭാവം കൊണ്ടും സംസാര രീതി കൊണ്ടും കുട്ടനാട്ടുകാരൻ ഏറ്റവും കൂടുതൽ വള്ളമുള്ളത് കുട്ടനാട്. ഞങ്ങളുടെ ഒരു എക്സാമിനേഷൻ വിചാരിച്ചുള്ളൂ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല വളത്തിലേക്ക് പോകുമ്പോൾ വായു തലവണയായിട്ട് ആരെങ്കിലും പോകണം. ഇവിടുത്തെ പറയുന്നു, അവൻ അമരത്ത് തലയിണ വെച്ച് ഉറങ്ങുകയായിരുന്നു. എപ്പോ ഇത് വെള്ളത്തിലേക്ക് താന്നോണ്ടിരിക്കും. വെള്ളത്തിലേക്ക് താന്നോണ്ടിരിക്കുമ്പോൾ ഒരുത്തൻ തന്നെ അമരത്ത് തലയിണ വെച്ചുറങ്ങുന്നു. സോ കംഫർട്ടബിൾ ഏത് പ്രതിസന്ധിയുടെ, മരണകരമായ പ്രതിസന്ധിയുടെ നടുവിൽ അവൻ അമരത്ത് തലയിണ വെച്ചുറങ്ങുന്നു. അപ്പോൾ അവനെ വിളിച്ചുണർത്തുന്നത്, ഞങ്ങൾ നശിക്കാൻ പോകുന്നത് നീ ഗമനിക്കുന്നില്ലേ? ഉടനെ അവന്റെ മറുപടി, നിങ്ങൾ ഭയപ്പെടുന്നതെന്ത്? നിങ്ങൾക്ക് വിശ്വാസം ഇല്ലേ? ആരിലുള്ള വിശ്വാസം? എന്നിൽ ഉള്ള വിശ്വാസം. ഞാൻ കൂടെയുണ്ടെന്നുള്ള വിശ്വാസം. ഞാൻ കൂടെയുണ്ടെങ്കിൽ മരണകരമായ അപകടത്തെ അതിജീവിക്കാൻ പറ്റും എന്നുള്ള വിശ്വാസം. ഇതാണ് ഒരു ക്രിസ്തു ശിഷ്യനിൽ ഒന്നാമതായി ഉണ്ടാകേണ്ട ഗുണം. യേശു വളർത്തിയെടുക്കാൻ, അപ്പോസ്തലനിൽ വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്ന ആദ്യത്തെ കഴിവ്, സവിശേഷമായ കഴിവുക വിശ്വാസം. തമ്പുരാൻ കൂടെയുണ്ട് എന്നുള്ള വിശ്വാസം. പോരാ, ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധികളിലും തമ്പുരാൻ കൂടെയുണ്ട്. പോരാ, അവൻ കൂടെയുണ്ടെങ്കിൽ ഏതു വലിയ പ്രതിസന്ധിയെയും അതിജീവിക്കാൻ ആവും എന്ന വിശ്വാസം. ഈ ഫ്രാൻസിസ് പാപ്പ അദ്ദേഹത്തിന്റെ ജീവചരിത്രം, ഈ ജീവചരിത്രത്തിൽ നിന്ന് ഞാൻ ഉദ്ധരിക്കുന്നതിന് വേറൊരു കാരണങ്ങളുണ്ട്. ഈ ജീവചരിത്ര പുസ്തകം ഇന്ത്യയിൽ ആദ്യമായിട്ട് ഞാൻ എഴുതിയത്. ഞാൻ എഴുതിയ പുസ്തകത്തെ കുറിച്ച് ഏറ്റവും സന്തോഷം തോന്നുന്ന ഇതാണ്. ഇതൊക്കെ തുറന്നു പറയുന്നത് നിങ്ങൾ ജ്യേഷ്ഠ സഹോദരന്മാരായതുകൊണ്ട് പുറത്ത് പറയാം. ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ അച്ഛനായത് 86-ലാണ്. 25 വർഷം കഴിഞ്ഞു. എൻ്റെ ഒരു ശൗര്യം കൊണ്ടാണ് ഞാൻ ഈ ബൈബിള് പഠിക്കുകയും അതിലെ കർത്താവിശ്വസിയായ വ്യക്തിത്വം എന്താണെന്ന് കർശനക്കാരനായ ഒരു ഡയറക്ടറെ കീഴിൽ അന്വേഷിക്കുകയും ചെയ്തു. അന്നു മുതൽ എൻ്റെ ഹൃദയത്തെ മർദ്ദിച്ചിരുന്നത് കർത്താവിശ്വസിക മോഡലാണ്, ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ മോഡൽ. പക്ഷെ അങ്ങനെ ഒരു പ്രതി മോഡൽ, രണ്ടാമതൊരു മോഡലിനെ കാണുന്നില്ലല്ലോ. ആ ഒരു ഉത്കണ്ഠയിൽ നിന്നുമാണ് വൈദികർക്ക് വേണ്ടിയിട്ട് കാരുണ്യൻ എന്ന ഒരു തിയോളജിക്കൽ മാഗസിൻ തുടങ്ങുന്നത്. ആ ഒരു വലിയ നമ്മുടെ ജീവിതത്തെ പിടിച്ചുലേറ്റുന്ന അതിനൊരു മറുപടി കിട്ടിയത് ഇയാൾ ബാൽക്കണി വന്നിട്ടാണ്. ഞാൻ പറയുന്നത്, എനിക്കിതിനകത്ത് മതവിഭാഗീയ പ്രശ്നമല്ല. അന്ന് മുതൽ ഐ ബിക്കെയിം എ ഫാൻ ഓഫ് ഫ്രാൻസിസ്. കാരണം ഞങ്ങളുടെ മെത്രാപ്പൊലീത്തമാരെ ഉൾപ്പെടെ വിമർശിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ. ഇദ്ദേഹത്തിന്റെ ഓരോ സൈൻസ് മെത്രാപ്പൊലീത്ത ആയിരിക്കുമ്പോൾ അവിടെ തോട്ടത്തിൽ ജോലി ചെയ്തിരുന്നത് തോട്ടക്കാരൻ. ഈ തോട്ടക്കാരൻ മക്കളുടെ മക്കളുമായി വല്യപ്പനായി എന്നിട്ടും ജോലി ചെയ്യാൻ പറ്റും പ്രായമായിട്ടും. കാരണം കുടുംബം പുലർത്താനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഈ വല്യപ്പൻ അരമനയ്ക്ക് അകത്തേക്ക് കിടക്കുമ്പോഴും പുറത്തേക്ക് ഇറങ്ങുമ്പോഴും പതിഞ്ഞ ശബ്ദത്തിൽ എൻ്റെ ഈശോയെ എന്ന് വിളിക്കും. അകത്തേക്ക് കിടക്കുമ്പോഴേക്കും പുറത്തേക്ക് എൻ്റെ ഈശോയെ. ഇത് ഇയാൾ പല പ്രാവശ്യം കേട്ടു. ഇവിടെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, എന്തിനാ ഈ എപ്പോഴും ഈ മുക്കിന് ഈശോയെ വിളിക്കുന്നത്? അപ്പൊ ഇയാൾ പറഞ്ഞു, ഇതാതെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ ഒരു എത്തും പിടി കിട്ടും. അങ്ങനെ ഒരു എത്തും പിടി കിട്ടാതെ വരുമ്പോ ഞാൻ ഈശോയെ വിളിക്കും. അപ്പോ ഞാൻ ഒറ്റയ്ക്കല്ലോ, ഈശോയും എന്റെ കൂടെ ഉണ്ടല്ലോ എന്നൊരോർമ്മ. എന്റെ ഭാര്യങ്ങൾ എടുക്കാൻ ഞാൻ ഒറ്റയ്ക്കല്ലോ, തമ്പുരാനും കൂടെ ഉണ്ടല്ലോ. ഈശോ ശിഷ്യന്മാരിലേക്ക് കൈമാറാൻ ശ്രമിക്കുന്നത് ഇതേ ഭാവം തന്നെയാണ്. മകനെ ഒറ്റയ്ക്കല്ല,
ഞാൻ നിന്റെ കൂടെയുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 36-ാമത്തെ വചനം. മർക്കോസ് 5:36. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. പറയുന്നത് ജായിറൂസിനോടാണ്. ജലാധിപൻ കൊച്ചുമകളെ സൗഖ്യപ്പെടുത്തണമെന്ന് പറഞ്ഞ ഉടനെ തന്നെ പുറകെ പോവുക. പക്ഷെ വഴിക്ക് വേറൊരു രോഗികൾ വന്നു. അവരുമായിട്ടുള്ള പ്രശ്നം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പം അവിടെ നിന്ന് റിപ്പോർട്ടർ തട്ടിപ്പോയി. കൊച്ചു തട്ടിപ്പോയി, ഇനി അങ്ങോട്ട് കൊണ്ടുവരണ്ട. ഇത് ഓവർ ഹിയർ ചെയ്യുന്ന യേശുവാ പറയുന്നത് ഭയപ്പെടേണ്ട. മരണ റിപ്പോർട്ട് കേൾക്കുന്നവനാ പറയുന്നത് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ആരിൽ? എന്നിൽ വിശ്വസിക്കുക. ഞാൻ കൂടെയുള്ളത് വിശ്വസിക്കുക. ഞാൻ കൂടെയുണ്ടെങ്കിൽ മരണകരമായ ഈ അപകടത്തെ പോലും അതിജീവിക്കാൻ, മരണത്തെ പോലും അതിജീവിക്കാൻ നിനക്കാവുമെന്ന് വിശ്വസിക്കുക. ഇത്തരം ഒരു വിശ്വാസമാണ് ശിഷ്യരിലേക്ക് യേശു വളർത്തിവിടാൻ ശ്രമിക്കുന്നത്. ഇന്നും ക്രിസ്തു ശിഷ്യൻ ഒന്നാമതായിട്ടുണ്ടായിരിക്കേണ്ട ഗുണം ഇത് തന്നെയാണ്. ഞാൻ ഒറ്റയ്ക്കല്ല, തമ്പുരാനും എൻ്റെ കൂടെയുണ്ട്. തമ്പുരാനും എൻ്റെ കൂടെ. ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ അവൻ എൻ്റെ കൂടെയുണ്ട് എന്ന വിശ്വാസം. ഫിലിപ്പിയർ 4:13 എന്നെ ശക്തനാക്കുന്ന യേശു ക്രിസ്തുവിലൂടെ എനിക്ക് എല്ലാം സാധ്യമാണ്. അപ്പോസ്തലനിൽ ഏറ്റവും തീഷ്ണമതിയായിട്ട്, പ്രവർത്തനം കൊണ്ട് ഏറ്റവും തീഷ്ണമതിയായിരിക്കുന്നവൻ എന്നെ ശക്തിപ്പെടുത്തുന്ന യേശു ക്രിസ്തുവിലൂടെ. അങ്ങോട്ട് എന്നെ ശക്തിപ്പെടുത്തുന്ന യേശു ക്രിസ്തുവിലൂടെ എനിക്ക് എല്ലാം സാധ്യമാണ്. ഞാന് ഈ ഞായറാഴ്ചകളിൽ എനിക്ക് തന്നെ സ്വന്തമായിട്ട് പണിയൊന്നുമില്ല. കാരണം സെമിനാരി ഇതെല്ലാം ഉള്ളതാണ്. എന്നാലും ഞായറാഴ്ചകളിൽ ഞാൻ പണിയും. അപ്പോൾ അങ്ങനെ ഈ വേദോപദേശത്തിന് ഞങ്ങളുടെ രണ്ടാമത്തെ കുർബാന കുട്ടികൾക്ക് വേണ്ടി വേദോപദേശത്തിന്, അപ്പോൾ അവരോട് ഞാനൊരു സ്ഥലത്ത് വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക ഒരു പണി. വേദോപദേശ പിള്ളേരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പട്ടാള ചിട്ടയാണ്. എല്ലാ പാട്ടും ഒരുമിച്ച് പാടും. കാരണം ഈ ലൈനിന്റെ അറ്റത്ത് അവരുടെ ടീച്ചർ നിൽക്കുന്നു. ശിക്ഷണത്തിന്റെ മർമ്മം പേര് തന്നെയാണ്. അതുകൊണ്ടെല്ലാം കൃത്യമായിട്ട്. അപ്പൊ അങ്ങനെ ഞാൻ അവരോട് വിശ്വാസം പറഞ്ഞു, മക്കളെ ഒരു കഥ പറഞ്ഞു, ടീച്ചർ കൂടെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ പറയുന്ന ഈ വാചകം പറയണ, ഈശോ എൻ്റെ കൂടെയുണ്ട്. കണ്ടു പറഞ്ഞു 3 പ്രാവശ്യം പറഞ്ഞു. ഓ, സമ്മതിച്ചു. എല്ലാവരും പറയാം കൈകൊടുക്കുകയും എന്നിട്ട് അടുത്ത കഥ ഞാൻ പറഞ്ഞത് വൈകുന്നേരം കിടന്ന് ഉറങ്ങുന്നതിന് മുമ്പ് പറയണം ഈശോ എൻ്റെ കൂടെയുണ്ട്. ഓ, അതും സമ്മതിച്ചു. എല്ലാവരും പറയും റെഡി. അപ്പൊ അങ്ങനെ ഞാൻ പ്രസംഗം അവസാനിപ്പിക്കാതെ, അപ്പൊ ഞാനിത് വിജയിച്ചോ എന്ന് പരീക്ഷിക്കാനായിട്ട് എനിക്ക് ചോദിച്ചു. അപ്പോ എല്ലാവരും കേട്ടോ, അപ്പൊ ഈശോ ആരുടെ കൂടെ ഉണ്ട്? ഒന്നാം ക്ലാസ് പഠിക്കുന്നവരുടെ ഈശോ അച്ഛൻ്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. തമ്പുരാൻ എൻ്റെ കൂടെയുണ്ട്. ഈ ഒരു വിശ്വാസമാണ് ഈശോയുടെ, യേശുവിന്റെ ശിഷ്യനായി തീരുന്നവന് ആദ്യമായിട്ട് ഉണ്ടാകേണ്ടത്. വളരെ കൃത്യമായി പൗലോസിന്റെ ലേഖനം 2 കോറിന്തോസുകാർക്കുള്ള ലേഖനം 13:5 വിശ്വാസത്തിന്റെ മർമ്മമില്ല. പൗലോസ് പറയുന്നത് ശ്രദ്ധിക്കണം, നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ പരിശോധിച്ചറിയുവിൻ. വിശ്വാസമുണ്ടോ ഇല്ലെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ പരിശോധിച്ചറിയുവിൻ. യേശു ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടോ? ഇതാണ് വിശ്വാസമുണ്ടോ ഇല്ലയോ എന്നറിയാം. യേശു ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ വിശ്വാസമുണ്ട്. ഇല്ലെങ്കിൽ വേറെ എന്നാ അഭ്യാസം കാണിച്ചാലും വിശ്വാസമുണ്ടാകും. നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ പരിശോധിച്ചറിയുവിൻ. യേശു ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. ഈ ഫ്രാൻസിസ് അദ്ദേഹം മുമ്പ് പറഞ്ഞ 2ാമത്തെ എലമെന്റ് പ്രയർ. ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത് വളരെ നിസ്സാരമായ കാര്യം. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ തമ്പുരാനെ
എന്ന് പറഞ്ഞു ഞാനിങ്ങനെ ഇടയ്ക്ക് നോക്കിയിരിക്കാറുണ്ട്. അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ഞാൻ ഉറങ്ങിപ്പോകാറുണ്ട്. ആരെ? ഫ്രാൻസിസ് ഗോവിന്ദഭദ്രൻ പ്രാർത്ഥനയിലേക്ക് ഉറങ്ങുന്നു. അപ്പൊ ഞാൻ കത്തോലിക്കരോട് പറയും അപ്പൊ നമ്മളൊക്കെയോ കുഴപ്പമില്ല, ശകലമൊക്കെ ആകാം. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ആദ്യം പ്രാർത്ഥനയ്ക്കിടയ്ക്ക് ഉറങ്ങിയതാണ് പത്രോസ്. 1 മണിക്കൂറെങ്കിലും ഉണർന്നിരിക്കാൻ പറഞ്ഞ് ഇങ്ങോട്ട് മാറിയില്ല. കൂർക്കം വരി, പ്രായവും വയറും രണ്ടാണ്. കൂർക്കം വരി പത്രോസ്. അതിനുശേഷം ഇങ്ങോട്ട് എല്ലാം ഞാന് അവിടുത്തെ ആളുകളെ കുറിച്ചാ പറയുന്നത്. അതിനുശേഷം ഇങ്ങോട്ട് എല്ലാ പാർട്ടികളും ഉറങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് ആദ്യമായിട്ട് തുറന്നു പറയുന്ന മഹാൻ ഫ്രാൻസിസ്. പ്രാർത്ഥന എന്ന് പറഞ്ഞാല് നമ്മള് തമ്പുരാനെ നോക്കിയിരിക്കുന്ന, അതിലൂടെ പറഞ്ഞു നമ്മൾ തമ്പുരാനെ നോക്കിയിരിക്കുന്ന, അതിലൂടെ തന്നെ പറഞ്ഞു നമ്മൾ നോക്കിയിരിക്കുന്നതും നമ്മൾ ഉറങ്ങുന്നതും ഒന്നുമല്ല പ്രധാനപ്പെട്ട കാര്യം. പ്രധാനപ്പെട്ട കാര്യം തമ്പുരാൻ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. തമ്പുരാൻ നമ്മളെ തുടർച്ചയായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇതിനെ കുറിച്ചുള്ള ബോധത്തിൽ ജീവിക്കുക. അവന്റെ കൺവട്ടത്താണ് നമ്മൾ, അവന്റെ കാഴ്ചവട്ടത്തിനുള്ളിലാണ് നമ്മൾ എപ്പോഴും. എവിടെയായിരുന്നാൽ ഈ ഒരു അനുഭവത്തിലേക്ക് വരിക. വിശ്വാസം, ഞാൻ ഒറ്റയ്ക്കല്ല, തമ്പുരാൻ എന്റെ കൂടെയുണ്ട് എന്ന വിശ്വാസം. ഞാന് ഈയിടെ കഴിഞ്ഞ ആഴ്ച എനിക്ക് മാതാവിന്റെ പെരുന്നാൾ, മാതാവിന്റെ സെപ്റ്റംബർ. അപ്പൊ അത് നാഗപ്പുഴ പഴയ മാതാവിന്റെ പള്ളികളിൽ വരണം, ഈ നാഗപ്പുഴ പള്ളി. അപ്പോൾ അത് നമ്മൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹോദരന്മാര് എല്ലാം വീട് വെച്ച് മാറുന്നതിന് മുമ്പുള്ള അവസ്ഥയിലുള്ള പള്ളികളിലൊന്നാണ് നാഗപ്പുഴ. അപ്പൊ നാഗപ്പുഴ പള്ളിയില് എന്നോട് പ്രസംഗിക്കും. ഞാൻ സാധാരണ പള്ളി പ്രസംഗത്തിന്, കാരണം ഈ തിരക്ക് കഴിഞ്ഞ് ഒരു പ്രസംഗത്തിന് അകലമായ ഒരു ദിവസം പോകാൻ. അപ്പൊ പറഞ്ഞിട്ടപ്പം ചെന്നൊരു കൂട്ടുകാരൻ വികാരി ആയതുകൊണ്ട് ഞാൻ ചെന്ന വഴിക്ക് ഞാൻ വണ്ടിയിൽ അങ്ങനെ പോകുമ്പോൾ നാഗപ്പുഴ അടുത്തപ്പോൾ അവിടെ വലിയൊരു മനോഹരമായ ഒരു വീട്, ഒരു മണിമാറി, പക്ഷെ വളരെ ബ്യൂട്ടിഫുൾ. കാശിറക്കിയാലും അത് വളരെ സൗന്ദര്യം പോകും. അപ്പൊ ഞാനിതിങ്ങനെ നോക്കിയിരിക്കുക. അപ്പോൾ ഞാൻ പെട്ടെന്ന് നോട്ടം കഴിഞ്ഞ് എതിർവശത്തേക്ക് നോക്കി. ഇവന്റെ മതിലിന് എതിർവശത്തൊരു മതിലുണ്ട്. അവിടെ എഴുതി വെച്ചിരിക്കുക യാചക നിരോധിത മേഖല. യാചക നിരോധിത മേഖല. ഞാൻ പള്ളിയിൽ മാതാവിനെ കുറിച്ച് വിശ്വസിച്ചപ്പോൾ ഭാഗ്യവതി എന്ന ലൂക്കായുടെ വചനം വെച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ, അതായത് എനിക്ക് കിട്ടിയ വിഷയം, ഞാൻ ഇടയ്ക്ക് ഇത് കയറുന്നു, യാചക നിരോധിത മേഖല. ഞാൻ പറഞ്ഞു വീടും അതിന്റെ മറുവശത്ത് എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ പ്രസംഗം കഴിഞ്ഞ് ബൈബിൾ കൺവെൻഷൻ, ഞാൻ പ്രസംഗം കഴിഞ്ഞപ്പോഴത്തേക്ക് കൈക്കാരുടെ കമ്മിറ്റിക്കാരും കൂടെ എന്നെ പറഞ്ഞു, അങ്ങനെയായിട്ട് പ്രസംഗിച്ചതാ, ഇങ്ങനൊരു വളരെന്റെ ആവശ്യം എന്നതില്ല. അപ്പൊ എന്താ അല്ല അച്ഛനാണ് യാചക നിരോധിത മേഖല. ഞാൻ പറഞ്ഞത് ഞാനിവിടെ ഓൾറെഡി കണ്ടതാ, അതും സംശയമൊന്നുമില്ല, കണ്ടതാ. അതെ, അയാൾ പള്ളിയിലൊന്നും വരുന്നില്ല, അതുകൊണ്ട് അയാൾ പ്രശ്നം ഉണ്ടാക്കിയല്ല. പക്ഷെ അതല്ല പ്രശ്നം. യാചക നിരോധിത മേഖല അയാളുടെ വീടിന്റെ മറുവശത്ത് മാത്രമല്ല, ഈ പഞ്ചായത്ത് മുഴുവൻ ഞങ്ങൾ ആക്കിയിരിക്കുക. ഓ, ഞാൻ പറഞ്ഞ അതിന് പുതിയ അറിവാണ്. അതിനാ കാരണം അത് ഇവിടെ സ്ഥിരമായിട്ട് ഈ മാതാവിന്റെ പെരുന്നാളിന് തമിഴന്മാര് വന്നു. അങ്ങനെ തമിഴന്മാരെ ഭിക്ഷാടനത്തിന് തമിഴ്നാട്ടിൽ ആൾക്കാർ വരും, കൊണ്ട് വണ്ടിയെ നടക്കും, ഇവിടെ ഭിക്ഷാടനത്തിനിരിക്കും. ഒരു പ്രാവശ്യം ഇവിടെ എല്ലാം മഞ്ഞപ്പിത്ത ബാധിച്ചു. അത് ഇവരുടെ വെള്ളത്തിൽ കാണും. അന്ന് മുതല് ഞങ്ങൾ ഈ വില്ലേജ് മുഴുവൻ അടുത്ത പരിസരവും യാചക നിരോധിത മേഖലയാക്കിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഇത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. അറിയില്ലെങ്കിൽ ഇതുകൂടെ പറയാം.
ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സാക്കി ഇതൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ഈ നാഗപ്പുഴ പള്ളിയും പരിസരവും ഇതിന് പെരുന്നാളും ബൈബിൾ കൺവെൻഷനും ഒക്കെ കഴിഞ്ഞ് ഓരോരുത്തരായിട്ട് അങ്ങോട്ട് ചെല്ലും. അപ്പൊ അയാളും അവരും നിരോധിത മേഖല അങ്ങോട്ട് വായിച്ചു. നമ്മൾ ആരൊക്കെ പുറത്താവുന്ന ഒരു പിടി. തമ്പുരാൻ കൂടെയുണ്ട് എന്നുള്ള വിശ്വാസം ജീവിതത്തിലുള്ള ക്രിസ്തു ശിഷ്യന്റെ ആദ്യത്തെ ഭാവമാണ്. കൊടുക്കുക. അതിന്റെ കാരണം എന്താ? മർക്കോസിന്റെ സുവിശേഷം 10:21 വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഞാൻ ഇത്രയും തീഷ്ണമതിയായ ഒരുത്തനെ സുവിശേഷത്തിലേക്കും കണ്ടിട്ടില്ല. യേശു അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരുത്തൻ ഓടി വന്ന് മുട്ടുകുത്തി നിന്ന് നിത്യജീവൻ പ്രാപിക്കാൻ എന്നാ ചെയ്യണം? ഇത്രയും തീഷ്ണ ഓടി വരിക പരവേശം കൊണ്ട്. അവനോട് ഈശോ പറഞ്ഞു, എടാ പ്രമാണമൊക്കെ അവൻ പറഞ്ഞ അടുത്ത വചനം ശ്രദ്ധിക്കണം. പ്രമാണങ്ങളെല്ലാം ചെറുപ്പം മുതലേ. പ്രമാണം പാലിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പ്രായം ഏതാ? ചെറുപ്പ. സംശയം വേണ്ട, ഇവിടെ പ്രായമുള്ളവർക്ക് അറിയാം. ചെറുപ്പ. എനിക്ക് 54 വയസ്സായി, അതുകൊണ്ട് ഉറപ്പ്. കാരണം ഓരോ വയസ്സ് മുന്നോട്ട് പോകുന്നതോറും എളുപ്പമായി വരിക, കാര്യങ്ങളൊക്കെ എളുപ്പമായി വരിക. ഇപ്പം പറയുന്നത് ചെറുപ്പം മുതലേ പ്രമാണങ്ങളെല്ലാം കൃത്യമായിട്ട് പാലിക്കുന്നു. ഉടനെ പറയുന്ന മറുപടിയല്ല, സമ്മാനം തീവൻ. അങ്ങനെ പറയുന്നതിന് പകരമായ പറയുന്നത് യേശു പറയുന്നത് എന്താണ്? നിനക്കൊരു കുറവ്. എല്ലാ പ്രമാണങ്ങളും ചെറുപ്പം മുതൽ പാലിച്ചവരോട് ഒരു കുറവുണ്ട്. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അപ്പോൾ നിനക്ക് സ്വർഗ ദൈവരാജ്യത്തിൽ എന്നിട്ട് എന്നെ വന്ന് അനുഗമിക്കുക. കൊടുക്കുക. ക്രിസ്തു ശിഷ്യന്റെ അടിസ്ഥാന ഭാവമായി മാറേണ്ടതാ. കാരണം എന്താ? ക്രിസ്തുവിന്റെ അപ്പനായ ഒരേ തമ്പുരാന്റെയും ഭാവം ഇതായിരുന്നു. കൊടുക്കുക. ഈ പറയുന്ന ഇത് പറഞ്ഞു വരുമ്പോഴേ കൊടുക്കാൻ പറയുമ്പോൾ നമ്മുടെ ഈ ലൂണാറ് ചെരുപ്പില്ലേ, ഇപ്പൊ ലൂണാറ് ചെരുപ്പിന്റെ ഒടേക്കാരൻ ഒരു യൂബി എന്ന് പറയുന്ന അപ്പം ഇപ്പൊ ചെറുപ്പം എസ്കേണ്ടായിരുന്നു. യൂബി ചെരുപ്പില്ല, എന്റെ സുഹൃത്ത്. ഇവൻ ഈയിടെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പക്ഷേ ഒരു പ്രശ്നം എന്നോട് അത് ചോദിച്ചാൽ ഈയിടെ ഞങ്ങളുടെ അടുത്തുള്ള ധ്യാനഗുരു പ്രസംഗിച്ചപ്പം പറഞ്ഞു, ധ്യാനകുറിച്ച് പറഞ്ഞു ദശാംശം എല്ലാ ക്രിസ്ത്യാനി കൊടുക്കണം. ദശാംശം. എന്നിട്ടോ ദശാംശം കൊടുക്കണമെന്ന് മാത്രമല്ല, അത് പാവപ്പെട്ടവന് കൊടുക്കുന്നത് ദശാംശത്തിൽ പെടുകയല്ല, ദൈവവചന ശുശ്രൂഷയ്ക്ക് കൊടുക്കുന്നതേ ദശാംശത്തിൽ പെടുകയുള്ളൂ. നോക്കണേ. അപ്പൊ ഇവന്റെ സംശയം ഇതില് മറ്റേ വകുപ്പിൽ കൊടുക്കുന്നതോടെ ഇതിനകത്ത് പെടുത്താവുന്ന. ഞാൻ പറഞ്ഞു, എടാ നിന്നോട് ഞാൻ ഉള്ള കാര്യം ഉള്ള പോലെ പറയാം. ദശാംശം കൊടുക്കാൻ ഒരു ക്രൈസ്തവനും കടമയില്ല. കാരണം അങ്ങനെ ഒരു കാര്യം മുന്നിലില്ലല്ലോ. കർത്താവ് പുതിയ നിയമത്തിൽ പഠിപ്പിക്കുന്ന കാര്യം നമ്മൾ അനുസരിക്കേണ്ടത്. കാരണം ഇദ്ദേഹമാണ് ഇതിന്റെ പൂർണ്ണത. അതുകൊണ്ട് നിനക്കൊരു കടമയില്ല ദശാംശം കൊടുക്കാൻ. അതൊക്കെ പഴയ നിയമത്തിൽ. അതെന്തിന്? അന്നത്തെ ഗോത്ര സംവിധാനത്തിൽ വീതമൊന്നും കിട്ടാത്ത ഒരു ഗോത്രത്തിന് കഞ്ഞി കുടിച്ച് കഴിയാനുള്ള ഒരു വക ഇവിടെ ഇവിടെ നമ്മളെ സംബന്ധിച്ച് ദശാംശം കൊടുക്കാൻ ഒരു കടമയില്ല. അവന് സന്തോഷമായി. ഞാൻ പറഞ്ഞ നിന്നെ കർത്താവ് ശിക്ഷ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. ദശാംശമല്ല, ശതാംശമാണ് ക്രിസ്തുവിന്റെ ശിഷ്യന് കൊടുക്കാൻ കടപ്പെട്ടിരിക്കുന്നത്. ഇതെങ്ങനെ പ്രയോഗത്തിലാക്കാവുന്ന എനിക്കറിയാൻ വേണം. എന്നാൽ അദ്ദേഹം പറയുന്നില്ല. ദശാംശം ശതാംശം തന്നെ. ക്രിസ്തു ശിഷ്യൻ, യേശു കൂടെയുണ്ടെന്ന്, തമ്പുരാൻ കൂടെയുണ്ടെന്ന് വിശ്വസിക്കുന്ന ശിഷ്യന്റെ അടിസ്ഥാന ഭാവം കൊടുക്കുക. മർക്കോസ് 10:45 മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും അങ്ങനെ ശുശ്രൂഷിച്ച് കൊടുത്ത് തന്റെ ജീവൻ പോലും മോചനദ്രവ്യമായി മറ്റുള്ളവർക്ക് മോചനദ്രവ്യമായി കൊടുക്കാനും. നമ്മുടെ സമ്പത്ത് കൊടുക്കാം, നമ്മുടെ പറമ്പ് കൊടുക്കാം, നമ്മുടെ ആരോഗ്യം കൊടുക്കാം, നമ്മുടെ കഴിവുകൾ മറ്റുള്ളവർക്കായിട്ട്
അച്ഛനം ഒരു കൊടുക്കലിലേക്കാണ് സ്വന്തം ശിഷ്യരെ വിളിക്കുന്നത്. കൊടുക്കുക, ഉള്ളതെല്ലാം കൊടുക്കുന്ന ഒരു ഭാവം ക്രിസ്തു ശിഷ്യന്റെ അടിസ്ഥാന ഭാവമാണ്. അന്ന എന്ന് പറയുന്ന ഒരു 35 വയസ്സുകാലത്തെ ഇറ്റലിക്കാരി പെണ്ണ, ഇവള് ഫ്രാൻസിസ് പാപ്പായിക്ക് ഒരു കത്തെഴുതിന്റെ പശ്ചാത്തലം ഇതായിരുന്നു. ആദ്യം ഇവിടെ ഒരു കല്യാണം കഴിച്ചു. അത് യൂറോപ്പിൽ അപൂർവമാണ്, എന്നാലും കഴിച്ചു. കഴിച്ചു കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോൾ അത് ഡൈവോഴ്സ്ഡായി. അതിനകത്ത് അത്ഭുതപ്പെടാനില്ല, ഡൈവോഴ്സ്ഡായി. അങ്ങനെ ഡൈവോഴ്സ്ഡായിട്ടിരിക്കുമ്പോൾ ഇവിടെ വേറൊരു ചെറുപ്പക്കാരനുമായിട്ട് പ്രണയത്തിലായത് മാത്രമല്ല, അങ്ങനെ ഈ രണ്ടാം പ്രണയത്തിൽ നിന്നും അവൾ ഗർഭിണിയായി കഴിഞ്ഞ ആ വിവരം ഈ കാമുകനോട് ചെന്ന് പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു, ബോയ് ഫ്രണ്ടിനോട് പറഞ്ഞു. അവൻ പറഞ്ഞു, നമുക്ക് ഗർഭം അലസിപ്പിക്കാം, അബോർട്ട് ചെയ്യാം, കാരണം ഇപ്പൊ നമുക്ക് കുഞ്ഞിനെ വളർത്താനുള്ള സാമ്പത്തിക അവസ്ഥയൊന്നുമില്ല. അവൾ പറഞ്ഞ പറ്റിയാൽ നമുക്ക് കൊച്ചിനെ അബോർട്ട് ചെയ്യാൻ പറ്റില്ല. അവൻ പറഞ്ഞു, അല്ലാതെ പറ്റിയാൽ നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നീ പറഞ്ഞു. ഒരു വഴക്കായി. അവസാനം ഈ സങ്കടത്തില് ഇവള് ഫ്രാൻസിസിന് എഴുതുക, ഇദ്ദേഹത്തിന്റെ സ്വഭാവം. കത്ത് കിട്ടി പിറ്റേ ദിവസം തന്നെ അയാൾ വിളിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു, മകളെ പ്രത്യാശ കൈവെടിയരുത്. അപ്പോ അത് കഴിഞ്ഞപ്പോ ഇവള് പറഞ്ഞു, ഇതാവേ എനിക്കൊരു ആഗ്രഹം ഇപ്പോൾ ഉള്ളത്, ഞാൻ കുഞ്ഞിനെ അതെല്ലാം അബോർട്ട് ചെയ്യാൻ പ്രസവിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഈ കുഞ്ഞിനെ മാമോദീസ മുക്കണമെന്നുണ്ട്. പക്ഷേ അത് വികാരി അച്ഛൻ സമ്മതിക്കുമോന്ന് തോന്നുന്നില്ല. അതായത് ആദ്യത്തെ കല്യാണം ഡൈവോഴ്സ്, രണ്ടാമത്തെ കല്യാണം കഴിച്ചിട്ടില്ല. അങ്ങനെ ഒരു കൊച്ചിനെ കൊണ്ട് നമ്മുടെ അടുത്തേക്ക് വന്നാലേ, അതുകൊണ്ട് ഫ്രാൻസിസ് പറഞ്ഞു, മോളൊരു കാര്യം ചെയ്യും, അത് വികാരി അച്ഛൻ്റെ അടുത്ത് പ്രസവിച്ച് കഴിഞ്ഞ് മാമോദിസായിക്കാമെന്ന് കൊണ്ടില്ല. വികാരി അച്ഛൻ എന്തെങ്കിലും തടസ്സം പറഞ്ഞാൽ നീ ഒരു കത്ത് എനിക്ക് ഇട്ടേക്കാം, നിന്റെ കുഞ്ഞിന് ഞാൻ മാമോദിസ മുക്കാം. ഇവള് അത് റായിക്കൂടെ വന്ന് ജീവിച്ചാലോടാ പറയും. അവള് പറഞ്ഞു, എന്റെ കുഞ്ഞ് ആണാണെങ്കിൽ ഞാൻ അവനെ ഫ്രാൻസിസ് എന്ന് പേരിടും. കൊടുക്കുക, കരുണയോടെ കൊടുക്കുക. കാരണം കൂടെയുള്ളവൻ തമ്പുരാനാണ്. എന്റെ കൂടെയുള്ളവൻ തമ്പുരാനാണ്. ആ തമ്പുരാന്റെ അടിസ്ഥാന ഭാവം കൊടുക്കുക, അവസാനം കുരിശു മരണത്തോളം കൊടുക്കുക. അങ്ങനെ കൊടുക്കുന്നവൻ കരുണയോടെ കൊടുക്കുന്നു. ഈ ഒരു ഭാവം കറിയാസിവല് പറഞ്ഞ പോയിന്റിലേക്ക് തന്നെയാണ്. ധൈര്യം, എനിക്ക് പണ്ട് ധൈര്യമുണ്ട്. മറ്റേ സാധനം പിതാവ് പറഞ്ഞത്, ജീവൻ പറഞ്ഞത് ഇല്ലായിരുന്നു. അങ്ങനെ പലരെയും എന്റെ ധൈര്യം കൊണ്ട് മുറിപ്പെടുക്കുകയും വെട്ടുകയും വീഴുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് ഈ തിരിച്ചറിവ്. കാരണം എന്റെ കൂടെയുള്ളവൻ തമ്പുരാനാണ്. ആണെങ്കിൽ തമ്പുരാന്റെ അടിസ്ഥാന ഭാവം കൊടുക്കുക എന്നുള്ളത്. ആ കൊടുക്കുന്നതൊക്കെ കരുണയോടെ കൊടുത്തുകൊണ്ടിരിക്കുക. സുവിശേഷവൽക്കരണത്തിന്റെ ഏറ്റവും പ്രധാന രാജവീതി അല്ലേ നാട്ടർ കൈവരിക, ജീവിത സാക്ഷി. തമ്പുരാൻ കൊടുക്കുന്നത് പോലെ കൊടുത്തുകൊണ്ടിരിക്കുകയും തമ്പുരാന്റെ ഹൃദയഭാവമായ കരുണയോടെ കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്താൽ നമ്മൾ കൈമാറുന്നത് സുവിശേഷമാണ്. ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കാൻ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ലൂക്കാ 4:18. കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട് ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കാൻ. എന്താണ് ദരിദ്രരുടെ സുവിശേഷം? അന്ധന് കാഴ്ച, മുടന്തന് സൗഖ്യം, അങ്ങനെ ഇല്ലാത്തവരൊക്കെ കൊടുക്കുന്ന സുവിശേഷം. ഫ്രാൻസിസ് റോമിലെ അച്ഛന്മാരെ കണ്ടു. കാരണം അയാൾ റോമിലെ മെത്രാനാണ്, പല പണി വേറെ ഉണ്ട്. അച്ഛന്മാരെ കണ്ടപ്പോൾ അവരോട് പറഞ്ഞ പോലെ തന്നെ പറഞ്ഞു, മക്കളെ, അച്ഛന്മാരാണേല് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ഗുണം കരുണ. എന്നിട്ട് പുള്ളി പറഞ്ഞു, ഞാൻ പണ്ട് ബോണോസ് അയേഴ്സിൽ ആയിരിക്കുമ്പോൾ, മെത്രാപ്പൊലിത്ത ആയിരിക്കും, അവിടെ ഒരു കുമ്പസാരക്കാരൻ
അച്ഛന്മാരൊക്കെ ഇയാളെടുത്താ സംസാരിക്കാൻ പോകുന്നത് വലിയച്ഛൻ. അപ്പൊ വളരെ പ്രശസ്തനായ സംസാരക്കാരൻ. പോരാ അയാൾ പറഞ്ഞു ജോൺ പോൾ രണ്ടാമൻ പാപ്പ അദ്ദേഹം ബോണസ് ഐറ്റ്സ് വന്നപ്പോഴും ഇത് അറിഞ്ഞ് ഇയാളെടുത്ത് സംസാരിച്ചു. പ്രശസ്തനായ ഇന്റർനാഷണൽ കുമ്പസാരക്കാരൻ. ഇയാൾ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഒരു പ്രാവശ്യം സംസാരിക്കല്ല, ഞാൻ അടക്കിൽ ചെന്ന് ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പോൾ എനിക്ക് ആകെ സങ്കടം തോന്നി. കാരണം കബറെടുത്തെങ്കിൽ ശവമഞ്ചത്തിൽ ഒരൊറ്റ പൂ പോലുമില്ല. അയ്യോ, ഇത്രയും കാലം ജീവിതകാലം മുഴുവൻ കർത്താവിന്റെ കരുണ പകർന്നു കൊടുത്ത മനുഷ്യൻ അത് മരിച്ചപ്പോൾ ഒരു പൂ പോയില്ലല്ലോ. ഞാൻ ഉടനെ തന്നെ പുറത്തേക്ക് പോയി ഒരു കെട്ട് പൂ വാങ്ങിച്ചു വന്നു. എന്നാലും ഞാൻ പൂ ആ ശവമഞ്ചത്തിൽ അങ്ങനെ നിരത്തി വെച്ചോണ്ടിരിക്കുക. അങ്ങനെ വെച്ചോണ്ടിരിക്കുമ്പോൾ ഞാൻ നോക്കിപ്പോന്നു, അദ്ദേഹത്തിന്റെ കയ്യില് ഒരു കൊന്ത. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു, ഇയാൾ പുതുസാരിപ്പിക്കുമ്പോൾ ഈ കൊന്ത ഉപയോഗിച്ചിരുന്നു. കൊന്തയുടെ ഒരറ്റത്ത് ഇയാൾ പിടിക്കും, പുതുസാരിക്കാൻ വന്നവരെ മറ്റേ അറ്റത്ത് പിടിപ്പിക്കും. കർത്താവിന്റെ കാരുണ്യം പകരുന്ന കൊന്ത. അദ്ദേഹം പറയാം, അറിയാതെ എന്റെ ഉള്ളിലെ കള്ളൻ പുറത്തേക്കാണ്. ഞാൻ അറിയാതെ ആരും അറിയാതെ അതിന്റെ കുരിശ് അടിച്ച് മാറ്റി. എന്നിട്ട് കൊണ്ട് പോക്കറ്റ് ചെയ്തെടുത്ത് ഇതാണ് ആ കുരിശ്. ഞാൻ അടിച്ചു മാറ്റുമ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛോ, അച്ഛന്റെ കരുണയുടെ ഒരംശം എനിക്ക് നൽകണേ. അത് തമ്പുരാന്റെ ഭാവമാണ്, തമ്പുരാന്റെ ഭാവമാണ്. ആ തമ്പുരാന്റെ ഭാവം കൊടുക്കുന്നത്, കരുണയോടെ കൊടുക്കുന്ന തമ്പുരാന്റെ ഭാവം നമ്മിൽ നിറയണമെങ്കിൽ തമ്പുരാൻ കൂടെ ഉണ്ടെന്നുള്ള വലിയ വിശ്വാസത്തിൽ അനുഭവത്തിൽ ജീവിക്കാൻ ഞാൻ നിർത്തുക. എന്നോട് പറഞ്ഞത് 11 ഇനി 1 മിനിറ്റ് കൊടുക്കും. ഞാൻ നിർത്തുകയാണ്. പിതാവിനെ പറഞ്ഞത് ചെയ്യാൻ എല്ലാവർക്കും നന്ദി പറയുന്നത്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കാരുണിക മാസികയുടെ കുറേ കോപ്പിയുണ്ട്, അച്ഛന്മാർക്ക് അത് വിതരണം ചെയ്യും. അതുപോലെ തന്നെ ഒരു പാരന്റിങ്, കുട്ടികളെ എങ്ങനെ വളർത്തണം, ഒരു രഹസ്യങ്ങളെ പറയാം. ഇന്നലെ കല്യാണം, ഞങ്ങളൊരു മദ്രാസിൽ യുവതയുള്ള കല്യാണം, അവിടെ നടന്ന ഒരു സയന്റിഫിക് സർവേയിൽ 12ാം ക്ലാസ് കഴിഞ്ഞ നമ്മുടെ ചെറുപ്പക്കാരുടെ അവസ്ഥ, അത് സയന്റിഫിക്കായിട്ട് ഒരു ഇന്റർനാഷണൽ ഏജൻസി തന്നെ നടത്തിയ ഒരു സർവേ പഠനത്തിൻ്റെ റിപ്പോർട്ട് വളരെ വേദനാജനകമാണ്. ഇവരിൽ 7-8% വിശ്വാസത്തോടെ പള്ളിയിലേക്ക് വരുന്നുണ്ട്. കാരണം സ്വാതന്ത്ര്യം കിട്ടുന്ന അവസ്ഥയാണ്. ജോലിയാവുന്നു, കാശാകുന്നു, ശമ്പളമാകുന്നു. പാരന്റിങ്, കുട്ടികളെ വളർത്തുന്നത് അത് വളരെ പ്രധാനപ്പെട്ട വിഷയം. ആ മാസികയാണ് സ്മാർട്ട് ഫാമിലി. അതിൻ്റെ ഒരു കോപ്പി എല്ലാവരും എത്തിക്കും. താല്പര്യമുള്ളവർക്ക് അത് വരുത്താനുള്ള അതിനകത്ത് അവിടെ പുറത്തൊരു കുട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ മാപ്പപ്പായുടെ ജീവിതത്തിൽ ഫ്രാൻസിസ് പാപ്പായ നമ്മുടെ ഒരു ഇത്രയും ജീവിതം ക്രിസ്തുവിൻ്റെ ദാരിദ്ര്യം ജീവിക്കുന്നവൻ, ക്രിസ്തുവിൻ്റെ ലാളിത്യം ജീവിക്കുന്നവൻ, ക്രിസ്തുവിൻ്റെ സ്നേഹവും കരുണയും. അതുകൊണ്ടാണ് എനിക്ക് ഞാനദ്ദേഹത്തിൻ്റെ ആ പുസ്തകം എല്ലാവർക്കും നന്ദി. തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. ഡിസ്കഷൻ വല്ലതുണ്ടെങ്കിൽ അതിന് സമയമുണ്ടെങ്കിൽ